ശരിക്കും പറഞ്ഞാല് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മൂമ്മ ഭയങ്കര തെറ്റെത്തിയായിരുന്നു. അവരുടെ പെട്ടെന്ന് മരണപ്പെട്ടു. ക്രിസ്ത്യൻ കുടുംബം വരും. അപ്പൊ അവന് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഏഴിനെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പാലയില് റബ്ബർ നടത്തി ഒരു ചെറിയ പഴയ ഓടിട്ട വീടാണ്. അപ്പൊ അത് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കിച്ചന്റെ അവിടെ പോകണം. തൊട്ടിപ്പുറത്തെ അമ്മൂമ്മയായിട്ട് പോകും. തയ്യൽ മെഷീൻ ഒരു 7 പോസ്റ്റർ ഉണ്ടല്ലോ, അത് മുറിയിട്ട് ഇട്ടേക്കണേ അമ്മൂമ്മയുടെ. അപ്പൊ അന്നൊരു മഴയുള്ള സമയമായിരുന്നു. അപ്പൊ ബാത്റൂമിൽ പോകാൻ വേണ്ടി നമ്മൾ പോയപ്പോഴത്തേക്ക് മഴ വന്നപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ആ മുറിയിൽ നിന്ന് ചക്ര കറങ്ങുന്ന ശബ്ദം ഞാൻ കേട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും പേടിയായി, കരണ്ടും പോയി. മൊബൈൽ ടോർച്ച് അടിച്ച് ഞാൻ ചെന്ന് ഈ ശബ്ദം കേൾക്കുന്നത് നോക്കിയപ്പോഴത്തേക്ക് അമ്മൂമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അമ്മൂമ്മയുടെ ഫ്ലെക്സ് ടൈം മെഷീൻ കൂടിയൊക്കെയാണ്. പിന്നെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഫ്ലെക്സ് മാറ്റി നോക്കിയപ്പോഴത്തേക്കാണ് ഒരു തൊരപ്പനുണ്ട്. തൊരപ്പൻ അതിനെ നിങ്ങളെന്താ പറയുന്നത്, പന്നീരി എന്നൊക്കെ പറയും. അതിങ്ങനെ വയറിൽ ഇങ്ങനെ കയറാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് താഴോട്ട് ഊർന്ന് വീഴും. അങ്ങനെ ഈ ഊർന്ന് വീഴുമ്പോഴത്തേക്ക് ഈ ശബ്ദം അത് എന്നില് പേടി ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് നമുക്ക് ഹൊറർ മൂവി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. സാധാരണ വീടുകളിൽ ഇതുപോലെ പഴയ തയ്യൽ മെഷീൻ കൂട്ടിയിടുന്ന റൂമിൽ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് എന്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ എഴുതിയത് സംവിധായകരെ വിളിക്കാം. സംവിധായകരെ കുറിച്ചും പറ്റിയെന്ന് വെച്ചാല് വിനയൻ എന്റെ സുഹൃത്താണ്. വിനയന്റെ ഏട്ടനുണ്ട് പ്രേമായിട്ട് ചെയ്തിട്ട് വെച്ച് പരിചയപ്പെട്ടിരുന്നത് വിനയനായിട്ട് അവരുടെ കല്യാണത്തിനൊക്കെ ബന്ധപ്പെട്ട് പരിചയമായി. പിന്നെ വിനയൻ ഒരു പടം ചെയ്തതാണ്, പടം ചെയ്തതാണ്. ഫസ്റ്റ് ഞാൻ ഈ കഥയെ ചോദിച്ചു തന്നെയാണ്. അന്നൊരു വേറൊരു ഡയറക്ടറാണ്, പേര് പറയാൻ പറ്റില്ല കാരണം കാണുന്നില്ല. അപ്പൊ കഥയായിട്ട് ചോദിച്ചിട്ട് നമുക്ക് ഈ സിനിമ ചെയ്യാന്ന് പറഞ്ഞു. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ആ പടം നിന്ന് പോയപ്പോഴത്തേക്ക് വിനയൻ എന്നെ വിളിക്കുന്നത്, ചേട്ടാ ഈ സിനിമ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ. ചേട്ടൻ വിചാരിക്കുന്ന പോലത്തെ വലിയ സ്റ്റാർകാസ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് നമുക്ക് ചെയ്യാം എന്ന് നോക്കിയപ്പോഴത്തേക്കും പ്രതികരിക്കുന്നതിൽ നമുക്ക് ആ സിനിമ ചെയ്യാം. ആക്റ്റീവായിട്ട് ചെയ്യുന്ന സമയമുള്ളൂ. അങ്ങനെ വിനീത് കൈകൊടുത്ത് നമ്മളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചൂട്ടെല്ലാസായിട്ട് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ഇപ്പൊ പട്ടാപ്പ എന്ന സിനിമയിലെ അസോസിയേറ്റ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് കിച്ചു അതിനകത്തൊരു ഹീറോ ആയിരുന്നു. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണ് കിച്ചു തയ്യൽ മെഷീനിൽ വരാൻ കാരണം. എല്ലാം പരിചിതമായിട്ടുള്ള മുഖമാണ്. അതെ അതെ അതെ. ഇപ്പോ മോളേക്ക് തോന്നുന്നു പേരൊന്ന് പറയും. ഇതിലെന്താ മോളായിട്ടാണ് ടിവിയില് ടെലിവിഷനിലൊക്കെ ഏതൊക്കെ കാണാൻ ഏതൊക്കെ ചാനലായിരുന്നു? മനോരമയിലൊക്കെ പരിപാടി കണ്ടിരുന്നു. കട്ടൂട്ടിൽ സ്റ്റിക്കർ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അന്നാണ് മണിക്കൂട്ടമ്മ പരിപാടി ഷീലാന്റിക്ക് ഉണ്ടെന്നായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് പടങ്ങായിരുന്നു. ഞാനത് വിനയനെ കാണിച്ചപ്പോൾ വിനയൊക്കെ നോക്കി കുട്ടി മതി നമുക്ക് ഇതുപോലത്തെ ഏജുള്ള 2 പിള്ളേരായിരുന്നു വേണ്ടത്. ഇങ്ങനെ പടങ്ങിനെ വിളിച്ചു. അന്ന് പടം ഷൂട്ടിലായിരുന്നു. ഓൾറെഡി ഷൂട്ടിലായിരുന്നു. ഇപ്പൊ ഒരു സിനിമയാണ് ഞാൻ പറഞ്ഞത്, ഒരു ചെറിയൊരു സിനിമയാണ്. വരാൻ പറ്റുമെന്ന് വെച്ചാൽ പടങ്ങിലാകുമ്പോൾ നോക്കിയാട്ടെ നമ്മൾ വരാം. പിറ്റേ ദിവസം തന്നെ വണ്ടി പോവുകയും ചെയ്തു. അല്ലേ? അതെ അതെ. കുറെ സിനിമകളായിരിക്കും നമ്മളും പെട്ടെന്ന് പുലിവാലിയാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? സിനിമകളായി ഏകദേശം 40 പടം ചെയ്തിട്ടുണ്ടാവും. ഞാന് രാകേഷ് മുഖേനയാണ് പടത്തിലേക്ക് എത്തുന്നത്. തയ്യൽ മെഷീന്റെ വരുന്നത് രാകേഷ്. ഞാനൊരു ഷോർട്ട് ഫിലിമാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പട്ടാപ്പകല് അസോസിയേറ്റ് ഡയറക്ടർ ചെയ്യുന്നു. അപ്പൊ അതിനൊരു ക്യാരക്ടർ ചെയ്തു. പിന്നെയാണ് ഇതിനകത്ത് ഇതിനു മുമ്പ് നൻപകലില് കല്യാണം നമുക്ക് ഓർമ്മ. അതിനെന്തെങ്കിലും മെമ്മറി ഉണ്ടോ? ഇപ്പോഴും ആ സീനൊക്കെ ഇപ്പോഴും കെട്ടിക്കൊണ്ടുപോകുന്ന പാടിവട്ടത്തായിരുന്നു ഷൂട്ടൊക്കെ. അവിടെ ഒരു സെറ്റ് ഇട്ടിട്ടായിരുന്നു ഷാഫി സാറ്. ഞാനൊരു കോമഡി പ്രോഗ്രാം ചെയ്തിരുന്നു ഏഷ്യാനെറ്റില്, ഡോക്യുമെന്റ്സ് പ്ലേസ് 2000-2001. ആ സമയത്ത് ഞാൻ ഷാഫി സാറെ നേരിട്ട് കണ്ട് ഡാൻസ് ചെയ്തതാണ്. അപ്പം സാറ് പറഞ്ഞ് നമുക്ക് എന്തായാലും ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് എല്ലാരും അത് പറഞ്ഞാല് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അത്രയും വർഷമായെങ്കിൽ കൂടി ഇപ്പോഴും ആളുകളെ മനസ്സിലുണ്ട്. പല സ്ഥലത്തുനിന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. ഇതിലൊരു ബ്രോക്കറാണ്.
വീട് നായകനെ വീട് എടുത്തു കൊടുക്കുന്ന സത്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൊറർ മൂവിയാണല്ലോ. നായകനെ നായകന്റെ കുടുംബത്തിനെ പെടുത്താണ്. അതെ, സത്യാവസ്ഥകളും എല്ലാം മറച്ചു വെച്ചു. റിയലിസ്റ്റിക് പ്രോപ്പറാണ്. എനിക്ക് തോന്നുന്നു പിന്നെ അങ്ങനെയൊക്കെ കണക്കുണ്ട്. കാരണം ഈ ബ്രോക്കർമാരുടെ മെയിൻ പരിപാടിയാണ് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെയും കള്ളത്തരം കൊണ്ട് പിടിച്ചു. വലിയ വീടൊക്കെ ചെറിയ വാടക കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കണില്ല എന്തുകൊണ്ട് ചെറിയ വാടക തരുന്നു എന്ന് ചിന്തിക്കണില്ല. അങ്ങനെ ചിന്തിക്കാണ്ട് പെട്ടെന്ന് അപ്പൊ ബ്രോക്കർമാരിൽ കാരണമുണ്ടോ? കാരണം സാറ് പോലീസ് ഓഫീസർ അല്ലേ, അപ്പൊ അതുകൊണ്ട് അവർക്ക് പോലീസ് ഓഫീസർ ആവശ്യം, അതുകൊണ്ട് ചെറിയ വാടക തരുന്നു എന്ന് പറയുമ്പോൾ അവരും പൊങ്ങി അങ്ങനെ അബദ്ധത്തിൽ ഞാനിവരെ പഠിച്ച് ഞാൻ രക്ഷപ്പെടുന്ന